യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ്. ആണയിടരുത് എന്ന് യേശുനാഥൻ പഠിപ്പിക്കുകയാണ് തൻ്റെ ശിഷ്യന്മാരെ. നമ്മൾ നേരത്തെ ധ്യാനിച്ചതുപോലെ ഈ ദിവസങ്ങളിലൊക്കെ യേശുനാഥൻ നിയമത്തിന് നൽകുന്ന പുതിയ വ്യാഖ്യാനങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഇന്ന് ആണയിടരുത് എന്ന് യേശുനാഥൻ പറയുകയാണ്. ഇപ്പോൾ ഇസ്രയേലിൻ്റെ ചരിത്രം അനുസരിച്ച് ഇസ്രയേൽ ദൈവത്തിൻ്റെ നാമം അങ്ങനെ വൃഥ പ്രയോഗിക്കാറില്ല. അവർക്ക് ഭയമാണ് ദൈവത്തിൻ്റെ നാമം ഉച്ചരിക്കുന്നതിന്. അപ്പോൾ അതുകൊണ്ട് അവർ ദൈവനാമത്തിൽ സത്യം ഇട്ടിരുന്നില്ല. പക്ഷേ അവർ മറ്റ് വസ്തുക്കളെ കൊണ്ട് സത്യം ഇടാറുണ്ടായിരുന്നു, ദേവാലയത്തെ കൊണ്ടും ദൈവവുമായി ബന്ധപ്പെട്ട വസ്തുക്കളൊക്കെ കൊണ്ടും. അപ്പം ഇവരിങ്ങനെ ആണയിടുന്നത് അവർ പറയുന്നതിൻ്റെ വിശ്വാസ്യത തെളിയിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ മറ്റു വസ്തുക്കളെ കൊണ്ട് ആണയിടുമ്പോൾ യേശുനാഥൻ പറയുന്നത് ഈ ദൈവത്തിന് സ്വന്തമാണ് എല്ലാം. അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെതായ കാര്യങ്ങളെടുത്ത് ആണയിടുമ്പോൾ നിങ്ങളുടേതാക്കി മാറ്റുന്ന ഒരു ചിന്താഗതി കൂടി വന്നേക്കാം. അപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെതായതാണ് എല്ലാം എന്നുള്ളൊരു ബോധ്യവും നമുക്കുണ്ടാവണം. കാരണം എൻ്റേതല്ലാത്ത ഒരു വസ്തു കൊണ്ട് ഞാൻ എൻ്റെ വിശ്വാസ്യത എങ്ങനെയാണ് തെളിയിക്കുന്നത്? അപ്പോൾ എന്തുകൊണ്ടാണ് യേശുനാഥൻ ഇങ്ങനെ വളരെ കർക്കശമായി യാതൊന്നിനെ കൊണ്ടും ആണയിടരുതെന്ന് പറയുന്നത്? അത് ഇനി വരാനിരിക്കുന്ന പുതിയ മനുഷ്യരുടെ പുതിയ ജീവിത രീതിയുടെ ഒരു പ്രത്യേകതയാണ്. ആരാണ് ഇനി വരാനിരിക്കുന്ന പുതിയ മനുഷ്യർ? ക്രിസ്തുവിൻ്റെ ശിഷ്യഗണമാണ്, ക്രിസ്തുവിൻ്റെ മക്കളാണ്, സഭയുടെ ആരംഭമാണത്. അപ്പോൾ ഇനി സഭയിലെ ആളുകൾ ഒന്നിൻ്റെയും മറ്റുള്ള എന്തിൻ്റെയെങ്കിലും പേരിലല്ല തങ്ങളുടെ വിശ്വാസ്യത തെളിയിക്കേണ്ടത്, തങ്ങളുടെ തന്നെ വാക്കിൻ്റെ പേരിലാണ്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ വാക്ക് അതേന്നോ അല്ല എന്നോ ആയിരിക്കട്ടെ, മറ്റൊന്നിനോടും ചേർന്ന് നിന്ന് നിങ്ങളുടെ വിശ്വാസ്യത തെളിയിക്കേണ്ട ഗതികേടിലേക്ക് നിങ്ങൾ എത്തരുത്. അപ്പം നമുക്ക് തന്നെ വിശ്വാസ്യത ഉണ്ടെങ്കിൽ മനുഷ്യർ നമ്മളുടെ വാക്കുകളിൽ വില തരാൻ തുടങ്ങും. പക്ഷെ എപ്പോഴാണോ നമ്മുടെ വാക്കുകൾക്ക് വില ഇല്ലാതായി മാറുന്നത്, അതുകൊണ്ടാണ് മറ്റു മനുഷ്യരെ നമ്മൾ സാക്ഷികളാക്കി നിർത്തേണ്ടി വരുന്നത്. അപ്പോൾ ഇത് എൻ്റെ തന്നെ ജീവിതത്തിൻ്റെ വിശ്വാസ്യതയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ വിശ്വാസമുള്ള അല്ലെങ്കിൽ വിശ്വസ്തനായ ഒരു വ്യക്തിയാണെങ്കിൽ, എൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ, എൻ്റെ വാക്കും പ്രവൃത്തിയും ഒന്നാണെങ്കിൽ ഞാൻ പറയുന്ന വാക്കിനും വിലയുണ്ടാകും. അപ്പോൾ അങ്ങനെ വില ഉണ്ടാകണമെന്നാണ് യേശുനാഥൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ മനുഷ്യർക്കും അവനിൽ തന്നെ വില ഉണ്ടായി വരണം, അവനെ തന്നെ ഓരോരുത്തർക്കും വിശ്വസിക്കാൻ പറ്റണം. ആ തരത്തിലേക്ക് നമ്മുടെ ജീവിതം മാറണം. അതിനുവേണ്ടിയാണ് യേശുനാഥൻ നേരത്തെ പഠിപ്പിക്കുന്നത്. തൻ്റെ കുടുംബാംഗമാകാതിരിക്കാൻ പോകുന്ന എല്ലാവരും, സഭയിലെ അംഗങ്ങളെല്ലാവരും അവരവരുടെ തന്നെ വാക്കുകളിൽ വിശ്വാസ്യത ഉള്ള മനുഷ്യരായി മാറണം. അപ്പോൾ യേശുനാഥൻ പറഞ്ഞതുപോലെ നമുക്ക് ഒന്നിൻ്റെയും പേരിൽ നമ്മുടെ വിശ്വാസ്യത തെളിയിക്കേണ്ടതായിട്ട് വരില്ല. എനിക്ക് വേറെ ഒന്നിനോടും ചേർന്ന് നിന്ന് ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് ഉറപ്പിക്കേണ്ടത് വരില്ല. എൻ്റെ തന്നെ വാക്കുകളിൽ ആ സത്യസന്ധത തെളിയിക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ ഈ ഒരു വചനം എന്നോട് സത്യം ഇടരുതെന്ന് മാത്രമല്ല പഠിപ്പിക്കുന്നത്, മറിച്ച് എൻ്റെ വാക്കിന് എനിക്ക് തന്നെ വില ഉണ്ടാകണമെന്നാണ്. വാക്ക് മാറ്റുന്ന മനുഷ്യനായി മാറരുത് എന്നുകൂടെ ഈ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ വിശ്വാസ്യത ഞാൻ തെളിയിക്കേണ്ടത് എൻ്റെ വാക്കും പ്രവൃത്തിയും ഒന്നാക്കുന്നതിലൂടെയാണ്. അപ്പോൾ ഈ ഒരു വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, കള്ളവും ചതിയും ഇല്ലാത്ത വാക്കുകളും പ്രവൃത്തികളും ഉള്ള മനുഷ്യരെ തീരാൻ നമ്മളെ അനുഗ്രഹിക്കണം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.